ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മഞ്ഞപ്പടയുടെ പുതിയ മീറ്റിംഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥനായ നിഖിൽ ഇവാൻ വുക്കുമനോവിച്ചുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം വലിയ രൂപത്തിൽ വിവാദമായിരുന്നു. അതായത് അത് വാക്കൗട്ടുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമായിരുന്നു. ഇവാൻ വുക്കുമനോവിച്ച് വാക്കൗട്ട് നടത്തി, എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റിനെ നിങ്ങൾ ചോദ്യം ചെയ്തില്ല എന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോട് നിഖിൽ ചോദിച്ചിരുന്നത്. ഇത് വലിയ വിവാദമായതോടുകൂടി ഇതിനുള്ള ഒരു വിശദീകരണം നിഖിൽ തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുകയും ചെയ്തിരുന്നു. അതായത് ആ ഒരു സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ടു, അതല്ലെങ്കിൽ ഇത് വളച്ചൊടിക്കപ്പെട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ നിഖിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനുള്ള കൃത്യമായ ഒരു മറുപടി മഞ്ഞപ്പട തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് ഇതൊന്നും തങ്ങൾ വളച്ചൊടിച്ചിട്ടില്ല എന്നാണ് മഞ്ഞപ്പട ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ നല്ല ഒരു മറുപടി നിഖിലിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. മഞ്ഞപ്പടയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ടീമിനെ തുടർച്ചയായി പ്ലേ ഓഫിലേക്ക് എത്തിച്ച ISL ട്രോഫിക്ക് വേണ്ടി പോരാടുന്ന ടീമുകളിൽ ഒന്നായി കേരള ബ്ലാസ്റ്റേഴ്സിനെ മാറ്റിയെടുത്ത, ബ്ലാസ്റ്റേഴ്സിന്റെ ഐഡന്റിറ്റിയെ വീണ്ടെടുത്ത, കളിക്കളത്തിൽ നല്ല ഫൈറ്റ് കാഴ്ചവെച്ച ഒരു പരിശീലകന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റിനെ ഞങ്ങൾ എന്തിന് ചോദ്യം ചെയ്യണം? നിങ്ങൾ ഇപ്പോൾ പറയുന്നത് മാനേജ്മെന്റ് ഇവാനോടൊപ്പം നിലകൊണ്ടു, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു എന്നാണ്. അത് സത്യമായിരുന്നുവെങ്കിൽ ആരാധകരോട് നിങ്ങൾ എന്തിന് ഈ ചോദ്യം ചോദിക്കണം? ഇവാനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നതിൻ്റെ പ്രസക്തി എന്താണ്? ഇവിടെ തന്നെ ഒരു വിരോധാഭാസം നിലകൊള്ളുന്നില്ലേ? ഞങ്ങൾ ആരാധകർ ഒരിക്കലും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയോ അതല്ലെങ്കിൽ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങൾ പബ്ലിക്കായി കൊണ്ട് പങ്കുവച്ചിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടില്ല. നിലവിലെ ISLലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ നോക്കൂ. ഒട്ടും ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇല്ല. അതുകൊണ്ടാണ് മീറ്റിംഗിൽ ഫൈറ്റിംഗ് സ്പിരിറ്റിനെ കുറിച്ചുള്ള ചോദ്യം ഉയർന്നു വന്നത്. സത്യം പറഞ്ഞാൽ അത് കോച്ചിനേക്കാളുപരി മാനേജ്മെന്റിനെതിരെയാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. അവസാനമായി പറയാനുള്ളത്, ആരാധകർ വളരെ ഗൗരവത്തോടു കൂടി ആശങ്കകൾ ഉയർത്തുമ്പോൾ മറ്റു പലതും പറഞ്ഞുകൊണ്ട് ചർച്ചകൾ വഴി തിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ അത് ഒരിക്കലും ഫലം കാണില്ല. അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നം ഇല്ലാതാകുന്നില്ല. ആരാധകർ വിഡ്ഢികളല്ല. അവർക്ക് സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ഉത്തരവാദിത്തം ആർക്കാണെന്ന് തിരിച്ചറിയാനും കാര്യങ്ങൾ വഴി തിരിച്ചു വിടുന്നത് എപ്പോഴാണെന്ന് തിരിച്ചറിയാനും സാധിക്കും. ക്ലബ്ബ് സുതാര്യതയിലും ആരാധകരോടുള്ള ബഹുമാനങ്ങളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന് പകരം സത്യസന്ധമായ മറുപടികൾ നൽകുകയാണ് വേണ്ടത്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഉടമസ്ഥനായ നിഖിലിന് നൽകിയിട്ടുള്ള ഒരു മറുപടി. കൃത്യമായ ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥന് നൽകിയിട്ടുള്ളത്. ഏതായാലും വലിയ വിവാദങ്ങളിലേക്കാണ് ഇപ്പോൾ മഞ്ഞപ്പടയുടെ മീറ്റിംഗ് നീങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.